So hi students, നമുക്ക് ഇന്ന് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷനകത്തെ ഒരു ഇച്ചിരി കോംപ്ലക്സ് ആണ്. പക്ഷേ എല്ലാവർക്കും കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും സ്ഥിരമായിട്ട് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫ്. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫ്. അപ്പം ഇതിനകത്ത് ഗ്രാഫ് പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യും, നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ പകുതി കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കാം. നമുക്കറിയാം, നമ്മൾ ഈ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ പഠിക്കും. നമുക്കറിയാം നമ്മൾ പഠിക്കുന്നത് എങ്ങനെ, നമ്മുടെ മെറ്റൽ സർഫസിലോട്ട് എന്ത് ചെയ്യും, നമ്മുടെ ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് ചെയ്യും അല്ലേ. ലൈറ്റ് റേസ് എന്ത് ചെയ്യും, വന്നിടിക്കും അല്ലേ. ലൈറ്റ് റേസ് എന്ത് ചെയ്യും, ഇൻസിഡൻറ്റ് ചെയ്യും. ആ ലൈറ്റ് റേസ് എന്ത് ചെയ്യും, ലൈറ്റ് റേസ് നമ്മുടെ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യിപ്പിക്കും അല്ലേ. ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് പതുക്കെ എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും അല്ലേ. ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. അപ്പോൾ നോക്കിയേ, നമ്മുടെ ലൈറ്റ് റേസിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി അല്ലേ, ലൈറ്റ് റേസിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം ദ മെറ്റൽ സർഫസ് ഈസ് ആൾവേസ് അല്ലേ ഹൈ ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം, ആസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസസ് എന്തായിരിക്കും, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ നമുക്ക് എന്ത് വിളിക്കാം, കറണ്ട് എന്ന് വിളിക്കാം അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറയാം ദ കറണ്ട് വിൽ ഓൾസോ ഇൻക്രീസസ്. ഇവിടുത്തെ കറണ്ടിന് നമ്മൾ ഒരു പേര് പറയും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് അല്ലേ. കാരണം ഇവിടെ വന്നിരിക്കുന്നത് ലൈറ്റ് റേസ് എന്ത് എനർജിയാണ് കൊടുക്കുന്നത്, ഫോട്ടോൺസ്. നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദ കറണ്ട് എമിറ്റഡ് ഈസ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഹിയർ ദ കറണ്ട് അല്ലേ, ദ എമൗണ്ട് ഓഫ് കറണ്ട് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ശരിയല്ലേ. ഇൻറ്റൻസിറ്റി എന്ന് വെച്ചാൽ വാട്ട് യു മീൻ ബൈ ഇൻറ്റൻസിറ്റി, ദ സ്ട്രെങ്ത്. ശരിയല്ലേ. എന്താ പറയും നമ്മൾ, ദ സ്ട്രെങ്ത് അല്ലേ, ദ സ്ട്രെങ്ത് ഓഫ് ദ ലൈറ്റ്. അപ്പോൾ നമ്മൾ സ്ട്രെങ്ത് ഒത്തിരി കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ദ കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും, ഇൻറ്റൻസിറ്റി അല്ലേ. കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി. ഇത് നമ്മൾ എവിടെ പഠിക്കുന്നത്, നമ്മൾ തിയറിക്കകത്ത് പഠിക്കുന്നത് അല്ലേ. ദ കറണ്ട് എമിറ്റഡ്, ദ ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം ദ അല്ലേ മെറ്റൽ സർഫസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എമൗണ്ട് ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ ദ മെറ്റൽ സർഫസ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. നോക്കിക്കേ, എങ്ങനെ ആയിരിക്കും ഗ്രാഫ് ഇരിക്കുന്നത് നോക്കാം നമുക്ക്. കണ്ടോ, നോക്കിക്കേ, നമുക്ക് ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. കണ്ടോ, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ദിസ് ഇസ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് അല്ലേ. എന്നിട്ട് നമ്മൾ എക്സ് ആക്സിൽ എന്ത് ചെയ്യും, എക്സ് ആക്സിൽ നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് അല്ലേ, എക്സ് ആക്സിൽ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എങ്ങനെ ആയിരിക്കും, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് അല്ലേ എങ്ങനെ ആയിരിക്കും നമുക്കറിയാം. എന്താ, ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആദ്യം എങ്ങനെ ആയിരിക്കും നമ്മുടെ ഗ്രാഫ് വരുന്നത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോൾ കണ്ടോ ഗ്രാഫ് എങ്ങനെ ആയിരിക്കും അല്ലേ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇപ്പോൾ എന്ത് പറയാം, ഫ്രം ദിസ് ഗ്രാഫ് വി ക്യാൻ സേ ദാറ്റ് ആസ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസസ് the photoelectric current will also increases. തിയറിക്കകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, the current is directly proportional to the intensity of light അല്ലേ. the current is directly proportional to the intensity of light, therefore the graph എങ്ങനെ ആയിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ. ഗ്രാഫ് എങ്ങനെ ആയിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇനി നമുക്ക് അടുത്ത ഗ്രാഫിലോട്ട് പോവാം, അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫിൽ പോവാം. നോക്കിയേ, അടുത്ത ഗ്രാഫ് എന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കും നോക്കാം. അടുത്ത ഗ്രാഫിനെ നമ്മൾ പറയുന്നതാണ് ഇതിനകത്തുള്ള IV ഗ്രാഫ് എന്ന് പറയും. കണ്ടോ, ഇതിനകത്തുള്ള കറണ്ട് പൊട്ടൻഷ്യൽ ഗ്രാഫ് എന്ന് പറയും. ഏത് ഡ്യുവൽ നേച്ചറിനകത്തുള്ള കറണ്ട് പൊട്ടൻഷ്യൽ ഗ്രാഫ്. നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കും നമ്മുടെ കറണ്ട് പൊട്ടൻഷ്യൽ ഗ്രാഫ് എന്ന് വെച്ചാൽ. നോക്കാം നമുക്ക്, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതാണ് Y ആക്സിസിൽ നമ്മൾ കറണ്ട് എടുത്ത്, കണ്ടോ Y ആക്സിസിൽ കറണ്ട് എടുത്ത്, കറണ്ട് എന്താ, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് അല്ലേ, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. എക്സ് ആക്സിസിൽ എന്ത് ചെയ്ത് നമ്മൾ പൊട്ടൻഷ്യൽ എടുത്ത്, എക്സ് ആക്സിൽ പൊട്ടൻഷ്യൽ. ഈ എന്തിൻ്റെ പൊട്ടൻഷ്യൽ എടുത്തിരിക്കുന്നത്, നമ്മളൊരു എക്സ്പെരിമെൻ്റ് ഒക്കെ തിയറിക്കകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ് ആക്സിൽ എടുക്കുന്നത്. നമ്മൾ ഏത് പൊട്ടൻഷ്യലാണ് എടുക്കുന്നത്, കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ അല്ലേ, കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ. ശരിയല്ലേ. അപ്പം നമ്മുടെ എക്സ്പെരിമെന്റ് ചെറുതായിട്ടൊന്ന് പറയാം. എങ്ങനെയായിരുന്നു എക്സ്പെരിമെന്റ്, നമുക്ക് എന്തുണ്ടായിരുന്നു, നമുക്കൊരു ഗ്ലാസ് ട്യൂബിനകത്ത് നമ്മൾ എന്ത് ചെയ്യായിരുന്നു, നമുക്ക് എമിറ്റർ ഉണ്ടായിരുന്നു അല്ലേ, അതുപോലെ തന്നെ കളക്ടർ 2 പ്ലേറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എമിറ്ററിലോട്ട് എന്ത് ചെയ്യും, എമിറ്ററിലോട്ട് നമ്മൾ ലൈറ്റ് വന്ന് ഇടിപ്പിക്കും അല്ലേ, ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് കളക്ടർ പ്ലേറ്റിലോട്ട് പോകും അല്ലേ. കളക്ടർ പ്ലേറ്റിലോട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഇലക്ട്രോൺസ് പോവായിരുന്നു അല്ല. ഇതെന്തുമായിരുന്നു, നമ്മുടെ എമിറ്റർ, ഇതെന്തുമായിരുന്നു, നമ്മുടെ കളക്ടർ. ശരിയല്ലേ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നത് ശരിയല്ല. എന്നിട്ട് നമ്മൾ കളക്ടർ പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യായിരുന്നു. അതനുസരിച്ച് കറണ്ട് മാറുമായിരുന്നു അല്ലേ. അപ്പോൾ നോക്കിക്കേ, നമ്മളിവിടെ കളക്ടർ പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യൽ കുറച്ച് വരും അല്ലേ. കളക്ടർ പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാൻ, ഞാൻ കുറയ്ക്കുക. അപ്പോൾ കളക്ടർ പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യൽ മാക്സിമം ആകുമ്പോൾ കളക്ടർ പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യൽ എന്താ, കൂട്ടി കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ കറണ്ട് കൂടി വന്ന് എവിടം വരെ ആവുമായിരുന്നു, സാച്ചുറേഷൻ കറണ്ട് ആവും. ഇത് നമ്മൾ പഠിച്ചു അല്ലേ. എവിടം വരെ ആവുമായിരുന്നു, സാച്ചുറേഷൻ കറണ്ട്. കണ്ടോ, എവിടം വരെ ആവുമായിരുന്നു, സാച്ചുറേഷൻ കറണ്ട് ആവുമായിരുന്നു അല്ലേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ കളക്ടർ പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യൽ ഇങ്ങനെ കുറയ്ക്കും അല്ലേ. കളക്ടർ പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യൽ കുറയ്ക്കുമ്പോൾ ദ എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് എന്താ ഗോയിങ് ടു ദ കളക്ടർ പ്ലേറ്റ്
കുറഞ്ഞു വരും അല്ലേ. അങ്ങനെ കുറഞ്ഞു വന്ന് എന്ത് ചെയ്യും, നമ്മുടെ കളക്ടർ പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യൽ കുറച്ച് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, പൊട്ടൻഷ്യൽ കുറഞ്ഞു താണ്ട ഇവിടെ എത്തുമ്പോൾ അല്ലേ എന്തെത്തും, നെഗറ്റീവ് പൊട്ടൻഷ്യൽ. നമ്മൾ എന്ത് കൊടുക്കും, നെഗറ്റീവ് പൊട്ടൻഷ്യൽ വരെ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക നെഗറ്റീവ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, നമ്മുടെ കറണ്ട് എന്താവും, സീറോ ആവും. ആ പൊട്ടൻഷ്യലെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. കണ്ടോ, എന്ത് വിളിക്കും നമ്മൾ അതിനെ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. കണ്ടോ, ഇതിനെ എന്ത് വിളിക്കും നമ്മൾ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. കണ്ടോ, നമ്മൾ V0 എന്ന് റെപ്രസെന്റ് ചെയ്യും. കണ്ടോ, അപ്പൊ നമുക്ക് ഇതിനെ എന്താ പറയാം, ദിസ് ഇസ് എ സാച്ചുറേഷൻ കറന്റ്. ശരിയല്ലേ, നമ്മൾ എന്ത് ചെയ്ത് കളക്ടർ പ്ലേറ്റിന്റെ പൊട്ടൻഷ്യൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ അല്ലെ, പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടി വരുമ്പോൾ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റിംഗ് എന്ത് ചെയ്യും, കൂടി വരും അല്ലെ. കൂടി വന്നിട്ട് എന്ത് ചെയ്ത് സാച്ചുറേഷൻ കറന്റ്. എന്നിട്ട് നമ്മൾ കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ കുറച്ച് കൊണ്ടുവന്ന് പൊട്ടൻഷ്യൽ നമ്മൾ സീറോ ആക്കിയപ്പോഴും കറണ്ട് അവിടെ ഉണ്ട്. ശരിയല്ലേ, ഇവിടുത്തെ കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ കണ്ടോ, നമ്മുടെ പൊട്ടൻഷ്യൽ എന്തായി, സീറോ ആയി, അപ്പോഴും കറണ്ട് ഉണ്ട്. അതിന്റെ കാരണം എന്തായിരിക്കും, ശരിയല്ലേ, നമുക്ക് ഡൗട്ട് തോന്നാവുന്ന കാര്യമല്ലേ. ഇവിടെ പൊട്ടൻഷ്യൽ സീറോ ആണ്, കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ സീറോ അല്ലേ, എന്നിട്ടും ഇവിടെ എന്തുകൊണ്ട്, ദർ ഇസ് എ പ്രസൻസ് ഓഫ് കറണ്ട്. ബിക്കോസ് ഇവിടെ കളക്ടർ പ്ലേറ്റിന്റെ പൊട്ടൻഷ്യൽ സീറോ ആയാലും നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈറ്റ് എന്ത് ചെയ്യുന്നു, ഇൻസിഡന്റ് ചെയ്യുന്നു അല്ലെ. ലൈറ്റ് ഇൻസിഡന്റ് ചെയ്താൽ ദി ഇലക്ട്രോൺസ് വിൽ എമിറ്റ് ഫ്രം ദ സർഫസ് അല്ലെ. ലൈറ്റിന്റെ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസി ഒക്കെ കൂടുതലാണെങ്കിൽ ഒബ്വിയസ്ലി ദ ഇലക്ട്രോൺസ് വിൽ എമിറ്റ് ഫ്രം ദ മെറ്റൽ സർഫസ്. ശരിയല്ലേ, അപ്പം പൊട്ടൻഷ്യൽ സീറോ ആണെങ്കിലും ദർ വിൽ ബി ദ പ്രസൻസ് ഓഫ് കറണ്ട്. ശരിയല്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പൊട്ടൻഷ്യൽ സീറോ ആണെങ്കിൽ ദർ വിൽ ബി പ്രസൻസ് ഓഫ് കറണ്ട്. ഇനി നമ്മൾ ഈ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആകുമല്ലേ, കുറച്ച് വന്നിട്ട് വീണ്ടും നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആക്കി, ഇവിടെ വന്നപ്പോഴും കറണ്ട് സീറോ ആയില്ല. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ പൊട്ടൻഷ്യൽ സീറോ ആക്കി അല്ലേ, പൊട്ടൻഷ്യൽ കുറച്ച് കൊണ്ടുവന്ന് ഒരു പ്രത്യേക പൊട്ടൻഷ്യൽ, സെറ്റ് പൊട്ടൻഷ്യൽ, അതെന്തായിരിക്കും, നെഗറ്റീവ് പൊട്ടൻഷ്യൽ. ആ നെഗറ്റീവ് പൊട്ടൻഷ്യൽ എത്തുമ്പോൾ ദ കറണ്ട് വിൽ ബിക്കം സീറോ. അപ്പൊ നമുക്ക് എന്ത് പറയാം, IV ഗ്രാഫ് ഓഫ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എങ്ങനെ ഇരിക്കും, ഇതാണ്ട് ഈ ഒരു ഷേപ്പിൽ ഇരിക്കും. കണ്ടോ, ഈ ഒരു കർവ് ഷേപ്പിൽ എന്ത് ചെയ്യും, ഇരിക്കും. ശരിയല്ലേ, ഈ ഒരു കർവ് ഷേപ്പിൽ ഇരിക്കും. കണ്ടോ, അപ്പൊ ഇതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഇത്രയായിരിക്കും നമ്മുടെ സാച്ചുറേഷൻ കറണ്ട്. കണ്ടോ, ഇത്രയാണ് നമ്മുടെ സാച്ചുറേഷൻ കറണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ഗ്രാഫ് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ അല്ലേ, ഈ ഗ്രാഫ് പലപ്പോഴും എന്ത് ചെയ്യും, കൺഫ്യൂഷൻ വരുന്നത്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പൊട്ടൻഷ്യൽ സീറോ ആകുമ്പോൾ ഇവിടെ എന്തുണ്ടാവും, കറണ്ട് ഉണ്ടാവും. ശരിയല്ലേ, അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ വരുമ്പോഴാണ് കറണ്ട് എന്താവുന്നത്, സീറോ ആവുന്നത്. യാരുടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ, ആ കളക്ടർ പ്ലേറ്റിന്റെ പൊട്ടൻഷ്യലാണ്. ഓക്കെ അല്ലേ, അപ്പോൾ കളക്ടർ പ്ലേറ്റിന്റെ പൊട്ടൻഷ്യൽ ഒരു പ്രത്യേക നെഗറ്റീവ് പൊട്ടൻഷ്യൽ എത്തുമ്പോൾ കറണ്ട് എന്താവും, സീറോ ആവും. ആ പൊട്ടൻഷ്യലെ വിളിക്കുന്ന പേരാണ്, ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് കോൾഡ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, ആൻഡ് ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് കോൾഡ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഗ്രാഫിലേക്ക് പോകാം. നോക്കാം അടുത്ത ഗ്രാഫ് എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പം IV ഗ്രാഫ് പഠിച്ചല്ലേ, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററിൻ്റെ. വി ഓൾറെഡി സ്റ്റഡി ദാറ്റ് അല്ലേ, ദ IV ഗ്രാഫ് ഓഫ് ദ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. ഇനി ഞാൻ ഇതേ ഗ്രാഫിൽ തന്നെ കണ്ടോ, ഇതേ ഗ്രാഫിൽ തന്നെ അല്ല, IV ഗ്രാഫ് ആയിരുന്നു അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ടേക്ക് കറണ്ട് ഇൻ ദ I axis and collector plate potential in the X axis. എന്നിട്ട് നമുക്കറിയാം നമ്മുടെ ഗ്രാഫ് എങ്ങനെ കിട്ടുമായിരുന്നു, നമ്മുടെ ഗ്രാഫ് ഇതാണ്ട് ഇങ്ങനെ കിട്ടുമായിരുന്നു അല്ലേ, നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ കിട്ടുമായിരുന്നു. ഓക്കെ അല്ലേ, ആൻഡ് ദിസ് ഈസ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മീൻസ് ദ കറണ്ട് ബിക്കംസ് സീറോ അല്ലേ. ദ കറണ്ട് ബിക്കംസ് സീറോ എന്ന് വെച്ചാൽ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റിംഗ് ഫ്രം ദ എമിറ്റർ പ്ലേറ്റ് ഈസ് സീറോ. ഇനി ഞാൻ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസ് ചെയ്യും. ആരുടെ ഇന്റൻസിറ്റി, നമുക്കറിയാം നമ്മുടെ എമിറ്റർ പ്ലേറ്റിലോട്ട് വന്നിടിക്കുന്ന. കണ്ടോ, ഇത് എമിറ്റർ, ഇതെന്തായിരുന്നു, കളക്ടർ ആയിരുന്നു. ശരിയല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുക, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഞാൻ എന്ത് ചെയ്യുക, കൂട്ടുക. ഇൻറ്റൻസിറ്റി ഈസ് ഇൻക്രീസിങ്. ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുക. ശരിയല്ലേ, എന്താ വെച്ചാൽ ഇൻക്രീസ് ചെയ്യുക, സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും അല്ലേ. വി ആർ ഇൻക്രീസിങ് ദ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വയലറ്റ് ലൈറ്റാണ് വന്നിരിക്കുന്നെങ്കിൽ ആ വയലറ്റ് ലൈറ്റിൻ്റെ സ്ട്രെങ്ത് ഞാൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. പക്ഷേ വയലറ്റ് ലൈറ്റ് തന്നെ ആയിരിക്കും അല്ലേ, വയലറ്റ് ലൈറ്റിൻ്റെ സ്ട്രെങ്ത് ഞാൻ എന്ത് ചെയ്യുക, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ വയലറ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ വിൽ ഇൻക്രീസ്. ശരിയല്ലേ, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ എമിറ്റിംഗ് ഫ്രം ദ എമിറ്റർ പ്ലേറ്റ് വിൽ ഇൻക്രീസ്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇറ്റ്സ് കറണ്ട് ഇൻക്രീസ് അല്ലേ. അതിൻ്റെ കറണ്ട് എന്ത് ചെയ്യും, ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഇറ്റ്സ് കറണ്ട് വിൽ ഇൻക്രീസ്. ദാറ്റ് മീൻസ് സാച്ചുറേഷൻ കറണ്ട് എന്തായിരിക്കും, ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇവിടുത്തെ ഇൻറ്റൻസിറ്റി I1 ആണ്, ഞാൻ ഇൻറ്റൻസിറ്റി കൂട്ടി അല്ലേ. ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഇൻറ്റൻസിറ്റി കൂട്ടി, ഐ ഇൻക്രീസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ്, ദെൻ ദ കറണ്ട് വിൽ ഇൻക്രീസ്. ദാറ്റ് മീൻസ് സാച്ചുറേഷൻ കറണ്ട് വിൽ ഇൻക്രീസ്. സാച്ചുറേഷൻ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലേ എൻ്റെ ഇൻറ്റൻസിറ്റി കൂടി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും ഗ്രാഫ് വരുന്നതാണ്, ഇങ്ങനെ ആയിരിക്കും അല്ലേ. I2 ഇൻറ്റൻസിറ്റി കൂടി, സാച്ചുറേഷൻ കറണ്ട് കൂടി.
പക്ഷേ സാച്ചുറേഷൻ കറണ്ട് കൂടിയിട്ടും ദാണ്ട് ഈ ഗ്രാഫിൻ്റെ റിട്ടാർഡിങ് പൊട്ടൻഷ്യൽ കുറച്ചല്ലേ നമ്മുടെ കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ കുറച്ച് കൊണ്ടുവന്നപ്പോഴും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആയി. കണ്ടോ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് സീറോ ആവുന്ന പൊട്ടൻഷ്യൽ സെയിം ആയി. കാരണം എന്തായിരിക്കും? അത് നമുക്ക് എന്താ കൺഫ്യൂഷൻ വരുന്നത്? കാരണം എന്തായിരിക്കും? നമ്മൾ ദാണ്ട് ഇൻറ്റൻസിറ്റി കൂട്ടി, പക്ഷേ ഇൻറ്റൻസിറ്റി കൂട്ടിയപ്പോൾ നമുക്ക് എന്തോ കൂടി? സാച്ചുറേഷൻ കറണ്ട് കൂടി, ശരിയല്ലേ? സാച്ചുറേഷൻ കറണ്ട് എന്തേ കൂടി? അത് നമുക്കറിയാം. ഇൻറ്റൻസിറ്റി കൂടി കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടും, അപ്പോൾ സാച്ചുറേഷൻ കറണ്ടും കൂടും. പക്ഷേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആയി. ഇനി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്തുവാ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. ഇലക്ട്രോൺസിനെ സ്റ്റോപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ മൂവ്മെന്റിനെ സ്റ്റോപ്പ് ചെയ്യും. മൂവ്മെന്റ് എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി, അല്ലേ? കൈനറ്റിക് എനർജി ആര് കാരണം വരുന്നതാ? ഫ്രീക്വൻസി കാരണം വരുന്നത്, ശരിയല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലറ്റ് ലൈറ്റ് ആണ് ഞാൻ എപ്പോഴും കൊടുക്കുന്നത്. വയലറ്റ് ലൈറ്റിലെ കൈനറ്റിക് എനർജി, വയലറ്റ് ലൈറ്റ് വെച്ച് ഇടിച്ചിട്ട് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ എല്ലാം എന്തായിരിക്കും? അതിൻ്റെ കൈനറ്റിക് എനർജി സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ കൊടുക്കേണ്ട പൊട്ടൻഷ്യൽ എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. സ്റ്റോപ്പ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റൻസിറ്റി കൂട്ടിയാലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആവുന്നത്. കണ്ടോ? ഓക്കെ, ഇവിടെ ഞാൻ ഏത് ലൈറ്റാണ് ഉപയോഗിച്ചത്? ഞാൻ പറഞ്ഞല്ലോ വയലറ്റ് ലൈറ്റ്. കണ്ടോ? ഫോർ എക്സാമ്പിൾ ഇവിടെ എന്തോ വയലറ്റ് ലൈറ്റിയുടെ ഇൻറ്റൻസിറ്റി സ്ട്രെങ്ത് കൂട്ടുന്നേ ഉള്ളൂ. സ്ട്രെങ്ത് കൂട്ടുമ്പോൾ കറണ്ട് കൂടി. പക്ഷെ വയലറ്റ് ലൈറ്റ് തന്നെയല്ലേ ഉപയോഗിച്ചേ? വേറെ ലൈറ്റ് അല്ലല്ലോ. വേറൊരു ഫ്രീക്വൻസി കൊടുത്തോ? ഇല്ല. വേറൊരു ഫ്രീക്വൻസി കൊടുക്കാത്തടത്തോളം കാലം, അല്ലെങ്കിൽ അത്രയും സമയം ഇതിനകത്തോട്ട് ഇറങ്ങിപ്പോകുന്ന, ഇതിനകത്തുനിന്ന് ഇറങ്ങി വരുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജി ഒപ്പോസ് ചെയ്യുന്നത് ആരാ? നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ വയലറ്റ് ലൈറ്റ് ഇൻക്രീസ് ചെയ്താലും ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്താലും കുറച്ചാലും എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി സെയിം ആയിരിക്കും. അപ്പോൾ എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി സെയിം ആണെങ്കിൽ ആ സെയിം കൈനറ്റിക് എനർജിയാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ വയലറ്റ് ലൈറ്റ് വേറെ ലൈറ്റ് ആയില്ല, വയലറ്റ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ഒന്നും വേറെ ആയില്ല. അപ്പോൾ ഫ്രീക്വൻസി സെയിം ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? മാറത്തില്ല. സ്റ്റോപ്പ് ചെയ്യേണ്ടത് മാറത്തില്ല. പക്ഷെ എന്ത് മാറും? ഇൻറ്റൻസിറ്റി മാറും, അല്ലേ? സാച്ചുറേഷൻ കറണ്ട് മാറും. അപ്പോൾ ഇൻറ്റൻസിറ്റി മാറ്റിക്കഴിഞ്ഞാൽ എന്ത് മാറുമെന്ന് നമുക്ക് മനസ്സിലായി. ഇൻറ്റൻസിറ്റി മാറിക്കഴിഞ്ഞാൽ സാച്ചുറേഷൻ കറണ്ട് മാറും, പക്ഷേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറത്തില്ല. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്തില്ല? മാറത്തില്ല. അപ്പം നമുക്ക് എന്ത് പറയാം? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ്, എന്ത് പറയാം? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏതായിരിക്കും? നമ്മുടെ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, അല്ലേ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, ശരിയല്ലേ? ഇപ്പം നമുക്ക് ഇതിനകത്ത് എഴുതാം I2 ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? I1. കണ്ടോ? ഇപ്പം നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? സാച്ചുറേഷൻ കറണ്ട് കൂടും, പക്ഷേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അത് തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? നമുക്ക് ദാണ്ട് ഒരു ഗ്രാഫും കൂടെ വരയ്ക്കാം. ഇൻറ്റൻസിറ്റി ഞാൻ വീണ്ടും കൂട്ടും. അതാണ്ട് ഇൻറ്റൻസിറ്റി എന്ത് ചെയ്ത് ഞാൻ വീണ്ടും കൂട്ടി. കണ്ടോ? ഞാൻ I3 കൊണ്ടുവന്നു. I3 വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ I2. കണ്ടോ? അപ്പം എങ്ങനെ ആയിരിക്കും? ഞാൻ ഇൻറ്റൻസിറ്റി കൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലറ്റ് ലൈറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടി. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റിംഗ് ഫ്രം ദ എമിറ്റർ പ്ലേറ്റ് വിൽ ഇൻക്രീസ്. ദാറ്റ് മീൻസ് സാച്ചുറേഷൻ കറണ്ട് വിൽ ഇൻക്രീസ്. പക്ഷേ ആ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്തില്ല. സെയിം കൈനറ്റിക് എനർജിയിലായിരിക്കും പോകുന്നത്. അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്, കപ്പാസിറ്റി സ്റ്റോപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ദാറ്റ് മീൻസ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് സെയിം. കണ്ടോ? ദാറ്റ് മീൻസ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് സെയിം. സോ വി ക്യാൻ സേ ദാറ്റ് the saturation current and the saturation current depends on, saturation current depends on intensity of light, intensity. Saturation current depends on intensity, saturation current depends on intensity. But നമുക്ക് എന്ത് പറയാം? The stopping potential does not depends on the stopping potential does not depends on the intensity of ലൈറ്റ്, അല്ലേ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഗ്രാഫിലേക്ക് പോവാം. നോക്കിക്കേ, അടുത്ത ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നോക്കി, ഇതേ തന്നെ IV ഗ്രാഫ് തന്നെ. IV ഗ്രാഫിൽ ഞാൻ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. കണ്ടോ? IV ഗ്രാഫിൽ I will change the frequency. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ IV ഗ്രാഫ്, അല്ലേ? നമുക്കറിയാം IV ഗ്രാഫ്, അല്ലേ? ഇതാണ് നമ്മുടെ IV ഗ്രാഫ്. അതിനകത്ത് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഫ്രീക്വൻസി എന്ത് ചെയ്യും? I will change my ഫ്രീക്വൻസി, അല്ലേ? ഏത് ഫ്രീക്വൻസി? നമ്മുടെ എമിറ്റർ പ്ലേറ്റിലോട്ട് വന്നിടിക്കുന്ന, അല്ലേ, ലൈറ്റിൻ്റെ എന്തോ ചേഞ്ച് ചെയ്യും ഞാൻ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്ന വെച്ചാൽ എന്താ? ഇപ്പം ഞാൻ ആദ്യം ഒരു വയലറ്റ് ആയിരുന്നു, അല്ലേ? ആദ്യം എന്തായിരുന്നു? വയലറ്റ് ആയിരുന്നു. രണ്ടാമത് ഞാൻ എന്ത് ചെയ്യും? അതിൻ്റെ ബ്ലൂ ആക്കും. കേട്ടോ? രണ്ടാമത് എന്ത് ചെയ്ത്? ബ്ലൂ ആക്കി.
ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം, നമുക്കറിയാം നമ്മുടെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും, ഐ വി ഗ്രാഫ് എങ്ങനെ ഇരിക്കുന്നതാണ്, ഇങ്ങനെ ഇരിക്കും അല്ലേ, ഇങ്ങനെ ഇരിക്കുന്നതാണ്, ഇങ്ങനെ വന്ന് ഇതാണ് ഇങ്ങനെ ഇരിക്കും. ഇതാണ് എൻ്റെ ദിസ് ഇസ് മൈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലേ. അപ്പൊ നമ്മുടെ ആദ്യത്തെ വയലന്റ് ആയിട്ട് എടുത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഗ്രാഫ് ആയിട്ട് ഇങ്ങനെ ആയിട്ട് നമുക്കറിയാം. ഇനി ഞാൻ വേറൊരു കളർ കൊടുത്തു, വേറൊരു ഫ്രീക്വൻസി കൊടുത്തു, കണ്ടോ, വേറൊരു ഫ്രീക്വൻസി കൊടുത്തു. അപ്പൊ വേറൊരു ഫ്രീക്വൻസി കൊടുക്കുമ്പോൾ നമുക്കറിയാം, നാണ്ട വേറൊരു ഫ്രീക്വൻസി കൊടുക്കുമ്പോൾ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, മാറും. എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി വിൽ ചേഞ്ച് അല്ലേ. കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പോൾ കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ആ ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിൽ ചേഞ്ച് അല്ലേ, വിൽ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിൽ ചേഞ്ച് അല്ലേ. നമുക്ക് എന്താ പറയാം, ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിൽ ഓൾസോ ചേഞ്ച് അല്ലേ. ആസ് ദ ഫ്രീക്വൻസി ചേഞ്ച് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിൽ ഓൾസോ ചേഞ്ച്. ഇനി നമുക്ക് നോക്കിക്കേ, നമ്മൾ എന്ത് ചെയ്തു, ഫ്രീക്വൻസി കൂടുക, കണ്ടോ, നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, നമ്മുടെ ഫ്രീക്വൻസി മ്യൂ കണ്ടോ, ഫ്രീക്വൻസി കൂടുക. അപ്പോൾ ഇറങ്ങുന്ന കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, കൂടും. ശരിയല്ലേ, ഇറങ്ങുന്ന കൈനറ്റിക് എനർജി ഇങ്ങനെ കൂടും. അപ്പോൾ ഇറങ്ങുന്ന കൈനറ്റിക് എനർജി സ്റ്റോപ്പ് ചെയ്യാനുള്ള ആ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടണ്ടേ, ശരിയല്ലേ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, കൂടും. അപ്പം നോക്കിക്കേ, ഞാൻ എന്ത് ചെയ്യും, ഞാൻ കൈനറ്റിക് എനർജി നമ്മുടെ ഫ്രീക്വൻസി കൂടും അല്ലെ, ഫ്രീക്വൻസി കൂടി, അപ്പോൾ കൈനറ്റിക് എനർജി കൂടി, അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും എന്ത് ചെയ്ത് കൂടി, ശരിയല്ലേ. അപ്പം നമുക്ക് നോക്കാം, ഇത് നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് ചെയ്യാം, V01 എന്ന് വിളിക്കാം അല്ലേ. ഇനി അടുത്ത സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും, നമ്മുടെ ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, V02 ആയിട്ട് കൂടും, ശരിയല്ലേ. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, കൂടും. പക്ഷേ നമ്മുടെ സാച്ചുറേഷൻ കറണ്ട് വ്യത്യാസപ്പെടുകയോ ഇല്ല. കാരണം സാച്ചുറേഷൻ കറണ്ട് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ, ഇന്റൻസിറ്റിയെ. ഇവിടെ നമ്മൾ ഇന്റൻസിറ്റിയെ ചേഞ്ച് ചെയ്യുന്നില്ല, ഇന്റൻസിറ്റി സെയിം, ശരിയല്ലേ. ഇന്റൻസിറ്റി സെയിം ആണെങ്കിൽ സാച്ചുറേഷൻ കറണ്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും കേട്ടോ. സാച്ചുറേഷൻ കറണ്ട് സെയിം ആയിരിക്കും, പക്ഷേ നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇതാണ്ട് കൂടി, കണ്ടോ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായി, കൂടി, ശരിയല്ലേ. സാച്ചുറേഷൻ കറണ്ട് എന്താണ്, സെയിം, കണ്ടോ, സാച്ചുറേഷൻ കറണ്ട് ഈ സെയിം, ബട്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസ്ഡ്, ശരിയല്ലേ. വീണ്ടും ഞാൻ എന്ത് ചെയ്ത്, വീണ്ടും ഞാൻ ഫ്രീക്വൻസി കൂട്ടി, കണ്ടോ, വീണ്ടും എന്ത് ചെയ്തു, ഫ്രീക്വൻസി കൂടി കഴിഞ്ഞാൽ ഇറങ്ങുന്ന കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഇൻക്രീസ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ബിക്കോസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ എമിറ്റഡ് ഫ്രം ദ എമിറ്റർ പ്ലേറ്റ് ഇൻക്രീസ്ഡ്, ശരിയല്ലേ. ബട്ട് ദ സാച്ചുറേഷൻ കറന്റ് ഈസ് നോട്ട് ചേഞ്ച്ഡ് ബിക്കോസ് വി ഡസ് നോട്ട് ചേഞ്ച് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് അല്ല, ഇന്റൻസിറ്റി ചേഞ്ച് ചെയ്തില്ല, അതുകൊണ്ട് സാച്ചുറേഷൻ കറന്റ് അവിടെ തന്നെ നിൽക്കുക, ശരിയല്ലേ. സാച്ചുറേഷൻ കറന്റ് അവിടെ തന്നെ നിൽക്കുക, പക്ഷെ ഫ്രീക്വൻസി കൂട്ടിയുണ്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിൽ ഓൾസോ ഇൻക്രീസ്, കണ്ടോ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്ത്, ഇൻക്രീസ് ചെയ്ത് അല്ലേ. ഫ്രീക്വൻസി കൂട്ടിയപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്ത്, ഇൻക്രീസ് ചെയ്ത്. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഒരു കാര്യം പറയാം, എന്ത് പറയാം, ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ, കണ്ടോ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ, ആരെ ഡിപ്പെൻഡ് ചെയ്യും, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി, കണ്ടോ, എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യും, കണ്ടോ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡന്റ് ലൈറ്റ് അല്ലേ. ബട്ട് ദ സാച്ചുറേഷൻ കറന്റ്, കണ്ടോ, സാച്ചുറേഷൻ കറന്റ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും എല്ലാം സെയിം ആണ് ബിക്കോസ് ഇറ്റ് ഡസ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. സോ വി ക്യാൻ സേ ദാറ്റ് ഫ്രം ദിസ് ഗ്രാഫ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് is does not depends on the light intensity of light depends on the saturation current, on the saturation നമ്മൾ മുമ്പേ പറഞ്ഞല്ലേ, on the saturation current അല്ലേ, saturation current, and this saturation current is independent or does not depends on the stopping, does not depends on the frequency അല്ലേ. എന്ത് ഡിപ്പെൻഡ് ചെയ്തില്ല, ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്തില്ല അല്ലേ. സാച്ചുറേഷൻ കറന്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ബട്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി. സാച്ചുറേഷൻ കറന്റ് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ ഈ ഇത്രയും ഗ്രാഫ് എന്താണ്, വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി കുറച്ച് ഗ്രാഫ് നമുക്ക് നോക്കാം, നോക്കിക്കേ. വേറെ ഇതിന്റെ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഗ്രാഫ് നമുക്ക് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കേ, ഞാൻ പറഞ്ഞു അല്ലേ, നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞത്, ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിച്ച് ഈസ് എങ്ങനെ ആയിരിക്കും, ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്, ശരിയല്ലേ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്തോളൂ അല്ലേ. അതുപോലെ തന്നെ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് അല്ല, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, കറണ്ടിനെ ഡിപ്പെൻഡ് ആണ്. ഇത് ഇത്രയും ഓർത്ത് വെച്ചേക്കണം അല്ലേ. നമ്മൾ തിയറിക്കകത്തും പഠിച്ചു, ഇപ്പം നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ ഗ്രാഫായിട്ടും പഠിച്ചു. ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊരു 2-3 ഗ്രാഫ് എക്സ്ട്രാ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. നോക്കിക്കേ, ഇതാണ്ട് ഞാൻ പറയുകയാണത്, ഇതാണ് നമ്മുടെ
സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടോ, ദിസ് ഇസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടോ. ഇങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് ഗ്രാഫൊക്കെ വരാം എൻട്രൻസിലേക്ക് കണ്ടോ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. നമ്മുടെ NCERT-ക്കകത്തൊന്നുമില്ല, ബുക്കിനകത്തൊന്നുമില്ല. ഇത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. എന്നിട്ട് ഞാൻ പറയാം ദിസ് ഇസ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് കണ്ടോ, ദിസ് ഇസ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് കണ്ടോ. ഇതിന്റെ ഗ്രാഫ് എങ്ങനെ ആയിരിക്കും? വി നോ ദാറ്റ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ ഇന്റൻസിറ്റി കൂട്ടിയാലും കുറച്ചാലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിൽ നോട്ട് ചേഞ്ച്. ദാറ്റ് മീൻസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇസ് ഓൾവേസ് കോൺസ്റ്റന്റ്. ശരിയല്ലേ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ് അല്ലേ. എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു ഗ്രാഫ് വരയ്ക്കാം ഇതേപോലെ തന്നെ അല്ലേ. എങ്ങനെ ആയിരിക്കും? താണ്ടേ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കറണ്ടും പിന്നെ എങ്ങനെ നമ്മുടെ ഫ്രീക്വൻസിയും തമ്മിൽ വരയ്ക്കും അല്ലേ. കറണ്ടും ഫ്രീക്വൻസി. അപ്പോൾ കറണ്ടും ഫ്രീക്വൻസിയും തമ്മിൽ എങ്ങനെ നമുക്കറിയാം, കറണ്ട് ആൻഡ് ഫ്രീക്വൻസി ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. ദെൻ ഫ്രീക്വൻസി എങ്ങനെ മാറ്റിയാലും കറണ്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ദെൻ എങ്ങനെ ആയിരിക്കും ഗ്രാഫ് പോകുന്നത്, ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഗ്രാഫ് എന്ത് ചെയ്യും, ഓർത്തിരിക്കണം. ഈ രണ്ട് ഗ്രാഫും ഇല്ല, കാരണം എന്താ, ഇത് രണ്ടും ഇൻഡിപെൻഡന്റ്. അപ്പോൾ എങ്ങനെ ആയിരിക്കും, ചേഞ്ച് ചെയ്യത്തില്ല. ഓക്കെ അല്ലേ. So stopping potential is independent of intensity of light and the current is independent of the frequency. Okay. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിക്കേ, നമ്മളൊരു തിയറിക്കകത്ത് നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട് അല്ലേ. തിയറിയിൽ നമ്മൾ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രാഫ് ഉണ്ടാക്കാം. ആ ഗ്രാഫ് എന്ത് ചെയ്യും, നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം ആ ഗ്രാഫ്. നോക്കിക്കേ, നമ്മൾ പഠിക്കുന്നതാണ് h nu ഈസ് ഈക്വൽ ടു അല്ലേ വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി മാക്സ്. ശരിയല്ലേ? നമ്മൾ ഈ ഒരു എന്താ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുന്നത് അല്ലേ. h nu ഈസ് ഈക്വൽ ടു അല്ലേ എനർജി ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി മാക്സ്. അതുപോലെ തന്നെ അതിനെ നമുക്കറിയാം വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി മാക്സിന് E ഇൻറ്റു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് എഴുതാം അല്ലേ, h nu. ശരിയല്ലേ? ഇനി ഇവിടുന്ന് ഈ V0യുടെ ഇക്വേഷനോട് അല്ലേ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കാം. ഈ V0 ഈസ് ഈക്വൽ ടു h nu മൈനസ് 5 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഈ V0 ഈസ് ഈക്വൽ ടു h nu മൈനസ് 5. ദാറ്റ് മീൻസ് V0 ഈസ് ഈക്വൽ ടു h nu മൈനസ് 5 അല്ലേ ബൈ E. അപ്പോൾ രണ്ടിടത്തും എന്ത് ചെയ്യും, ഈ വരും. ഇതെന്താ, ഒരു ലൈൻ്റെ ഇക്വേഷൻ ആണ് അല്ലേ, ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. എന്താ, y ഈസ് ഈക്വൽ ടു mx പ്ലസ് c അല്ലേ. m എന്തായിരിക്കും, h by e is the slope. h by e is the slope and 5 minus 5 by e is the intercept. ശരിയല്ലേ? അപ്പോൾ നോക്കിക്ക്, ഈ ഗ്രാഫ് നമുക്ക് അല്ലേ, ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രാഫിനകത്ത് വരയ്ക്കാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇൻ്റർസെപ്റ്റ് നോക്കിക്കേ മൈനസ് 5 by e അല്ലേ, മൈനസ് 5 by e. അപ്പം നമ്മുടെ ഗ്രാഫ് എങ്ങോട്ട് പോകണം അല്ലേ, താഴോട്ട് പോകണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ആയിരിക്കുമെന്ന്. നമുക്ക് ആരൊക്കെ തമ്മിലായിരിക്കും നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റുന്നത്. താണ്ട് ഇതാണ് y അല്ലേ. y എന്താ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പം നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇതെന്താ, y ഈസ് ഈക്വൽ ടു mx അല്ലേ. ഇതെന്താ, ഫ്രീക്വൻസി. ഇനി നോക്കിക്കേ, നമ്മുടെ ഗ്രാഫ് കണ്ടോ, ഇന്റർസെപ്റ്റ് എങ്ങനെ, മൈനസ് അല്ലേ. ഇത് സ്ട്രെയിറ്റ് ലൈനും ആണ്, ഇന്റർസെപ്റ്റ് മൈനസും ആണ്. അപ്പം നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരണം, താണ്ട് ഇങ്ങനെ വരണം. ശരിയല്ലേ? ഇങ്ങനെ വരണം. ഓക്കെ അല്ലേ? താണ്ട് ഇതായിരിക്കും നമ്മുടെ ഗ്രാഫ് അല്ലേ. അപ്പോൾ ഇതാണ് കണ്ടോ, ഈ ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത് 5 by. ഓക്കെ. ഇനി സ്ലോപ്പ് നോക്കിക്കേ, സ്ലോപ്പ് എന്താ, m ഈസ് ഈക്വൽ ടു എന്താ, h by e. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫ്രീക്വൻസി ഗ്രാഫ് അല്ലേ. If I get a stopping potential and frequency graph, then the slope of that graph will be h by e and the intercept അല്ലേ, the y intercept will be minus 5 by അല്ലേ. താഴോട്ടായതുകൊണ്ട് 5 by e എന്ന് വരച്ചാൽ മതി. അല്ലെങ്കിൽ എന്ത് പറയും നമ്മൾ, y intercept എന്തായിരിക്കും, മൈനസ് 5 by e. അപ്പം ഈ ഗ്രാഫും എന്ത് ചെയ്യണം, നമ്മൾ ഓർത്ത് വെച്ചേക്കണം. കണ്ടോ, ഈ ഗ്രാഫ് എന്ത് ചെയ്യണം, നമ്മൾ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ അല്ലേ? ഓക്കെ.